അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. ആ, അതങ്ങനെ പറയരുതല്ലോ. നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞു. ഗുരുതരമായ ആരോപണങ്ങളാണ്. അതെ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവർ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായ സംസാരങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയങ്ക ഇവിടെ ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ, ഇതിപ്പോൾ കാശ് കൊടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാണ്. ഓക്കെ. ആരോപണങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും, അതായത് നമ്മുടെ മെമ്പേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നു കേട്ടോ, കമ്മിറ്റി മെമ്പേഴ്സ് അല്ല, അല്ലാത്തവരും. നമസ്കാരം. നിങ്ങളെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ വന്നത് അമ്മ അസോസിയേഷനിലെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെക്കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ സഹപ്രവർത്തകനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബി അല്ല ആരായാലും അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്തയെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാനലിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാനും ഞങ്ങളൊക്കെ ചാനലിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളെല്ലാവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കിൻ്റെ കാര്യം. ഞങ്ങൾ ആരെയും പിന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ആ സംഘടനയെ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തീർക്കണം. എന്തെങ്കിലും സംസാരം ഇവിടെ പറയണം. തിരിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട് ആൾക്കാർ, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണമല്ല, ഒരു പ്രസിഡന്റാണ്. ശ്വേതയോട് സംസാരിക്കണം. സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങളെ ഒരു നടപടി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ? ശ്വേതാമേനോട് അങ്ങനെ ചെയ്ത് പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ. ഞങ്ങളൊക്കെ അംഗങ്ങളല്ലേ? ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന വാർത്തയിലാണ്. ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിയേണ്ടത് നിങ്ങൾ പറയുമ്പോൾ ശരി, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം പറയുന്നതിന്റെ അർത്ഥം എന്തുണ്ട്? എന്നാ പിന്നെ ഇവരുടെ പേരെന്താ പറയാത്തത്? ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ത് വാർത്തയിൽ പറയാത്തത്? ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു വാർത്തയിലും പറയണത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ടിനിയെ മാത്രമേ ഞാൻ പറയണ കേട്ടിട്ടുള്ളൂ. വേറെ ഇവിടെ അമ്മയിൽ കൊടുത്തിരുന്നൊന്നും ഇതുപോലെ പ്രശ്നം ഉണ്ടായതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ വ്യക്തിപരമായിട്ടൊരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടിനിയുടെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല.